ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 23ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു തീർക്കണം. എല്ലാം പുതിയ പുതിയ ചോദ്യങ്ങളാണ്. നല്ല രീതിയിൽ പഠിക്കുക. ഇനി വരുന്ന എല്ലാ പരീക്ഷകളിലും നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? റാണി സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ ദേവദാസി ആ സാ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുക. സേതു ലക്ഷ്മിബായി. വൈപ്പിൻ കോട്ടയിൽ ദൈവശാസ്ത്ര സെമിനാരി സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് വൈപ്പിനില് സെമിനാരി സ്ഥാപിച്ചത്. പുകയില, പൈനാപ്പിൾ എന്നീ കൃഷികൾ കേരളത്തിൽ അവതരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. പുകയില, പൈനാപ്പിൾ എന്നീ കൃഷികൾ കേരളത്തിൽ അവതരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ഏത്? 1924 ബൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1924. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് സർദാർ വല്ലഭായ് പട്ടേൽ. മിറാത്തുൽ അക്ബർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. മിറാത്തുൽ അക്ബർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ചൈന അമേരിക്കയുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിച്ച പിങ് പോങ് നയതന്ത്രം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടേബിൾ ടെന്നീസ്. ചൈന അമേരിക്കയുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിച്ച പിങ് പോങ് നയതന്ത്രം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടേബിൾ ടെന്നീസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ടേബിളിലൊക്കെ ഒരു ഷീറ്റ് എക്സ്ട്രാ ഇടും അല്ലെ, ടേബിൾ വൃത്തികേടാവാതിരിക്കാം. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ചൂടുള്ള എന്തെങ്കിലും കൊണ്ടുവച്ച് എന്ത് ചെയ്യും? അത് പിങ്ങിയിട്ട് പൊന്തി വരും അല്ലേ, പിങ്ങിയിട്ട് പൊങ്ങും. ഓക്കെ, അപ്പോൾ പിങ് പോങ് ടേബിൾ ടെന്നീസ്. വായു രൂപത്തിലുള്ള ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ്. വായു രൂപത്തിലുള്ള ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ ഏറ്റവും ആഴമേറിയ മേഖല ഏതാണ്? കാമ്പ്, കോറാണ് ഏറ്റവും ആഴമുള്ളത്. ഏറ്റവും ദൈർഘ്യമുള്ളതൊക്കെ കോറിനാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ ഏറ്റവും ആഴമേറിയ മേഖല കാമ്പ്. ഭൂമിയുടെ ഉൾഭാഗത്ത് മെഹറോവിക് വിച്ഛിന്നത വേർതിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളെയാണ്? പുറംതോടിനെയും ആവരണത്തെയും, ക്രസ്റ്റിനെയും മാൻഡിലിനെയും. ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയാണ് വേർതിരിക്കുന്നത്. ബഹിരാകാശത്തെ എക്സ്റേ ഉദ്യമനത്തെക്കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1. എന്തിനു വേണ്ടിയിട്ടാണ്? ബഹിരാകാശത്തെ എക്സ്റേ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ WTO പ്രകാരം ഏത് ബോക്സിലാണ് ഉൾപ്പെടുന്നത്? S&D ബോക്സ്. വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പ്രകാരം ഏത് ബോക്സിലാണ് ഉൾപ്പെടുന്നത്? S&D ബോക്സ്. ഇന്ത്യയിലെ നികുതി നയങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ വരുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ചെല്ലയ്യ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ നികുതി നയങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശുപാർശ ചെയ്തു. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 86ാം ഭേദഗതി. ഇന്ത്യൻ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 76. ആർട്ടിക്കിൾ 76 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറ്റോർണി ജനറൽ. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ
അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 356. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ അധികാരം നൽകുന്ന അനുച്ഛേദം 356. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 1/3 സംവരണം ഏർപ്പെടുത്തിയ 106-ാം ഭരണഘടനാ ഭേദഗതി നിയമം വന്ന വർഷം ഏത്? 2023. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 1/3 സംവരണം ഏർപ്പെടുത്തിയ 106-ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷമാണ് 2023. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് വർഷമാണ്? 2024 ഫെബ്രുവരി. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് 2024 ഫെബ്രുവരിയിലാണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. പ്ലേഗ് രോഗത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? യെഴ്സീനിയ പെസ്റ്റിസ്. പ്ലേഗ് രോഗത്തിന് കാരണമാകുന്ന രോഗകാരി യെഴ്സീനിയ പെസ്റ്റിസ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം കണ്ണുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ മാത്രമല്ല, നിശാന്തതയുണ്ട്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം കണ്ണുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് സിറോഫ്താൽമിയ. രക്തക്കുഴലുകളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ശാസ്ത്രീയ പദം ആൻജിയോജെനിസിസ്. ഇപ്പോൾ പുതിയ രക്തക്കുഴലുകളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ശാസ്ത്രീയ പദമാണ് ആൻജിയോജെനിസിസ്. വിവരാവകാശ നിയമപ്രകാരം ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരം എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരം എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂറിനുള്ളിൽ. ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ് കുരിയാക്കുട്ടി, ഷോളയാർ, കാരപ്പാറ. ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ് കുരിയാക്കുട്ടി, ഷോളയാർ, കാരപ്പാറ. ഇന്ത്യൻ ഭരണഘടനയിൽ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാം? ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ് 324 to 329. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS രൂപീകരിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഗവൺമെന്റ് നയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ മാനേജീരിയൽ കഴിവുള്ള ഒരു 2ാം നിര ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS രൂപീകരിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഗവൺമെന്റ് നയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ മാനേജീരിയൽ കഴിവുള്ള ഒരു 2ാം നിര ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുക. കേരള സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട് 1957ന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? കുടിയാന്മാരെയും കുടികിടപ്പുകാരെയും കുടിയൊഴിപ്പിക്കുന്നത് തടയുക. കേരള സ്റ്റേ ഓഫ് ഇവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട് 1957ന്റെ പ്രാഥമിക ലക്ഷ്യം കുടിയാന്മാരെയും കുടികിടപ്പുകാരെയും കുടിയൊഴിപ്പിക്കുന്നത് തടയുക എന്നതാണ്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഏത്? 1998. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ച വർഷം 1998. അക്ഷയ മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക. അക്ഷയ മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് DV ആക്ട് പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷം? 2005. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 2005. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ നിർവഹിക്കേണ്ട ചുമതലകളുടെ പട്ടിക. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ നിർവഹിക്കേണ്ട ചുമതലകളുടെ പട്ടിക.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു വർഷം എത്ര ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു? 100 ദിവസം. ഇപ്പോൾ അതിനകത്തൊരു അമെൻഡ് വരും എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 125 ദിവസം. അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 100 ദിവസം എന്ന് പഠിക്കുക. കേരളത്തിലെ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? നിലവിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ PHCകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി FHCകളായിട്ട് ഉയർത്തുക. കേരളത്തിലെ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? നിലവിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. നിശാന്തതയും സിറോഫ്താൽമിയയും. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിമോർ ക്രേ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സിമോർ ക്രേ. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഓരോ നോഡും മറ്റ് എല്ലാ നോഡുകളുമായും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ടോപ്പോളജി ഏതാണ്? മെഷ് ടോപ്പോളജി. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഓരോ നോഡും മറ്റെല്ലാ നോഡുകളുമായും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. ഇന്ത്യയിലെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ബംഗളൂരു. ഇന്ത്യയിലെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ബംഗളൂരു. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഫാദർ ഓഫ് AI എന്നറിയപ്പെടുന്നത് ജോൺ മക്കാർത്തി. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത് ജോൺ മക്കാർത്തി. ഇന്ത്യയുടെ തദ്ദേശീയമായ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ പേരാണ് നാവിക്. ഇന്ത്യയുടെ തദ്ദേശീയമായ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ പേരാണ് നാവിക്. ഒരു സെൽഷ്യസ് തെർമോമീറ്ററിൽ വെള്ളം തിളയ്ക്കുന്ന താപനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ഒരു സെൽഷ്യസ് തെർമോമീറ്ററിൽ വെള്ളം തിളയ്ക്കുന്ന താപനിലയായിട്ട് കണക്കാക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓസോൺ പാളിയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC. ഓസോൺ പാളിയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന പ്രധാന വാതകം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ദ്രാവകാവസ്ഥയിലുള്ള ഏകലോഹം ഏതാണ്? മെർക്കുറി. ദ്രാവകാവസ്ഥയിലുള്ള ഏകലോഹമാണ് മെർക്കുറി. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ആവൃത്തിയാണെങ്കിൽ അത് ഹെർട്സിലാണ് പറയാം. അപ്പൊ ശബ്ദത്തിന്റെ തീവ്രത ഡെസിബൽ. മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം. മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. വികസിത രാജ്യങ്ങളിലെ കർഷകർക്ക് നൽകുന്ന സബ്സിഡികൾ ലോക വ്യാപാര സംഘടനയുടെ ഏത് ബോക്സിലാണ് ഉൾപ്പെടുന്നത്? ആംബർ ബോക്സ്. വികസിത രാജ്യങ്ങളിലെ കർഷകർക്ക് നൽകുന്ന സബ്സിഡികൾ ലോക വ്യാപാര സംഘടനയുടെ ഏത് ബോക്സിലാണ് ഉൾപ്പെടുന്നത്? ആംബർ ബോക്സ്. കുടുംബശ്രീയുടെ തനതായ അയൽക്കൂട്ടം സമ്പ്രദായം ലക്ഷ്യം വെക്കുന്നത് എന്തിനെയാണ്? സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. കുടുംബശ്രീയുടെ തനതായ അയൽക്കൂട്ടം സമ്പ്രദായം ലക്ഷ്യം വെക്കുന്നത് സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി എന്ന്? 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി 1905 ഒക്ടോബർ 16. ഒക്ടോബർ 16 എന്താ? ഭക്ഷ്യദിനാണ്. 2023 ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്ക്. ഈ അവാർഡ് ലഭിക്കുന്ന 41ാമത്തെ വ്യക്തിയായിരുന്നു നരേന്ദ്രമോദി. 2023 ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചത് നരേന്ദ്രമോദി. ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് നൽകുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 1.
ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷിക ദിനമാണ് ഓഗസ്റ്റ് 1. 2023 G20 എംപവർ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഗാന്ധിനഗർ, ഗുജറാത്ത്. 2023 G20 എംപവർ ഉച്ചകോടി നടന്നത് ഗാന്ധിനഗർ. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമായ തെഹരി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെഹരി ഡാം ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം. ഇത് ഏത് നദിയിലാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി ഭാഗീരഥി, ഓപ്ഷൻ ഡി കൃഷ്ണ. ചോദ്യം 2. കേരളത്തിലെ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം CTCRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ വെള്ളായണി, ഓപ്ഷൻ ബി ശ്രീകാര്യം, ഓപ്ഷൻ സി പന്നിയൂർ, ഓപ്ഷൻ ഡി കായംകുളം. ചോദ്യം 3. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ശിവഗിരിമല, ഓപ്ഷൻ ബി പുളിച്ചിമല, ഓപ്ഷൻ സി ആനമല, ഓപ്ഷൻ ഡി ഇളമ്പലേരിക്കുന്ന്. ചോദ്യം 4. ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥാപനമാണ്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി വേൾഡ് ബാങ്ക്. ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനലും ഇതിലെ വീഡിയോസും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളെപ്പോലെയുള്ള PSC ആസ്പിരൻസിനും എത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ അതുപോലെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് നാളെ ഇതേ സമയത്ത് അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.